കേരള സർവകലാശാലയുടെ പ്രാദേശിക പഠന കേന്ദ്രമായ UIT പത്തിയൂരിന്റെ ആഭിമുഖ്യത്തിൽ മൂന്നാമത് ഇന്റർ UIT സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ചേരാവള്ളി ഗലാക്റ്റിക്കോ ഫുട്ബോൾ ടർഫിൽ നടത്തി. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർവകലാശാലയുടെ പ്രാദേശിക പഠന കേന്ദ്രമായ പത്തിയൂർ UITയുടെ ആഭിമുഖ്യത്തിൽ മൂന്നാമത് ഇന്റർ UIT സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. കായംകുളം ചേരാവള്ളി ഗലാക്റ്റിക്കോ ഫുട്ബോൾ ടർഫിലാണ് മത്സരം നടന്നത്. Gogol to Adityan to Jishnu എന്നാൽ ഗോൾകീപ്പർ സിദ്ദീഖ്. കേരള സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ UITകളായ UIT ആലപ്പുഴ, UIT ശാസ്താംകോട്ട, UIT മുഹമ്മ, UIT കരുവാറ്റ, UIT കൊല്ലം, UIT മാന്നാർ, UIT ഭരണിക്കാവ്, UIT പത്തിയൂർ, UIT പിരപ്പൻകോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്തു. മുൻ വർഷങ്ങളിൽ പത്തിയൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടത്തിയിരുന്ന ടൂർണമെന്റ് ഗ്രൗണ്ടിൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് ഇത്തവണ കായംകുളത്തെ ടർഫിലേക്ക് മാറ്റിയത്. വിദ്യാഭ്യാസത്തോടൊപ്പം കലാകായിക രംഗങ്ങളിലും മാതൃകാപരമായ പ്രകടനം കാഴ്ചവെച്ച് പോരുന്ന സ്ഥാപനമാണ് UIT പത്തിയൂർ. പത്തിയൂർ UITയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇന്റർ UIT ഫുട്ബോൾ ടൂർണമെന്റിന്റെ മൂന്നാമത്തെ പതിപ്പാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. പത്തിയൂർ ഗ്രൗണ്ടിലാണ് സാധാരണയായി ഈ മത്സരം നടക്കാറുള്ളത്. ആ സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനാൽ ഇത്തവണ അവിടെ നമുക്ക് മത്സരം നടത്തുവാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ ടർഫിൽ വെച്ച് ഇത്തവണത്തെ ടൂർണമെൻറ്റ് നടത്തുന്നത്. വിശേഷിച്ചും ഈ വർഷം നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും ലഹരിയുടെ ഉപയോഗം തുടച്ചു നീക്കണം എന്നുള്ള കേരള സർക്കാരിൻ്റെ ദൃഢമായ തീരുമാനമുണ്ട്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൂടിയാണ് ഈ മത്സരം. എല്ലാ അർത്ഥത്തിലും വളരെ ആരോഗ്യകരമായ രീതിയിൽ നമ്മുടെ ക്യാമ്പസുകളും നമ്മുടെ യുവ തലമുറയും മുന്നോട്ട് പോകണം എന്നതാണ് നാം എല്ലാം ആഗ്രഹിക്കുന്നത്. അതിന് ഈ ടൂർണമെൻറ്റ് ഉപകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 9 ടീമുകളാണ് ഇത്തവണത്തെ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ സാങ്കേതികമായ ഈ പ്രശ്നങ്ങൾ, നമ്മുടെ പത്തിയൂർ ഗ്രൗണ്ടിൻ്റെ നമുക്ക് ലഭ്യമല്ലാത്ത സാഹചര്യം, പിന്നെ നമ്മൾ ടർഫ് വാടകയ്ക്കെടുത്ത് ലഹരിയിലേക്കും ആശാസ്യമല്ലാത്ത മറ്റു പല പ്രവണതകളിലേക്കും യുവതലമുറ വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം ടൂർണമെന്റുകളുടെ പ്രസക്തി വളരെ വലുതാണെന്ന് ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി. പത്തിയൂർ UIT പ്രിൻസിപ്പൽ ഡോക്ടർ K സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ S ശരൺ സ്വാഗത പ്രസംഗം നടത്തി. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മൂന്നാം തവണയാണ് ഇങ്ങനെയൊരു മത്സരം നടക്കുന്നത്. കഴിഞ്ഞ 2 തവണകളും പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു. ഇപ്രാവശ്യത്തെ ആ തടസ്സങ്ങൾ എന്താണെന്നെല്ലാം നമ്മുടെ അധ്യക്ഷൻ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ പത്തിയൂർ UIT കോളേജ് പഠനത്തിൽ മാത്രമല്ല, ഇങ്ങനെയുള്ള കലാപരിപാടികളിൽ കൂടി സ്പോർട്സിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കോളേജാണ്. അതിനെ ഞാൻ പത്തിയൂർ UITയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മറ്റൊരു UIT കോളേജുകൾ ഏറ്റെടുക്കാത്ത ഒരു വലിയ ഒരു ഏറ്റെടുത്ത സന്തോഷ് സാറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ UIT കോളേജ് അതുപോലെ ഈ ഫുട്ബോൾ മാത്രമല്ല, കഴിഞ്ഞ തവണ ക്രിക്കറ്റിൻ്റെ മത്സരവും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, വളരെയേറെ പഠനത്തോടൊപ്പം തന്നെ സ്പോർട്സിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു കോളേജാണ് പത്തിയൂർ UIT കോളേജ്. അത് ഞാൻ ഈ പറഞ്ഞ് വൈകിക്കുന്നില്ല. ഈ പൊരിഞ്ഞ വെയിലത്തും ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഓരോ മത്സരാർത്ഥികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങ്, നമ്മുടെ ഈ മത്സരം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. കായംകുളം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S കേശവനാഥ്, നഗരസഭാ കൗൺസിലർ ബിധുരാഘവൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. S സുമേഷ് കൃതജ്ഞത പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.